ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെയാണ് എല്ലാ ദിവസവും കഴിക്കാറ്. ഇന്ന് ബ്രെഡും ചിക്കൻ കറി ആയിരുന്നു. അവിയറ്റ് ബ്രെഡും ചിക്കൻ കറി. എന്നിട്ട് നമ്മുടെ സ്ഥിരം പാത്രം കഴുകൽ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹം. അവരെന്ത് കഴിച്ചാലും ആ കഴിച്ച പാത്രം എനിക്ക് വേണ്ടി ബാക്കി വെക്കും കഴുകാൻ വേണ്ടിയിട്ട്. ഞാനാണ് ഇവിടുത്തെ പാത്രം കഴുകൽ സ്പെഷ്യലിസ്റ്റ്. അതുകൊണ്ട് ഇന്ന് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഏകദേശം ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിട്ട് പോലും ഏകദേശം ഇതൊരു 1 മിനിറ്റുള്ളൊരു പാത്രം കഴുകൽ വീഡിയോ. ഇത് തന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതായത് ഞാൻ ആദ്യം ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങിട്ടോ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പോയി ഡ്രസ്സ് മാറിയിട്ടോ. ആ ഡ്രസ്സ് ഇച്ചിരി ടൈറ്റായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളിതേ വീടൊക്കെ പൊട്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് ആദ്യം പോകേണ്ടത് ലാബിലേക്കായിരുന്നു. ലാബിൽ ചെന്നപ്പോൾ അവരൊരു 12:30 വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയി കുറച്ച് മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ മെട്രോയിലാണ് പോയത്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ. അങ്കമാലിയിലാണ് ഈ ഷോപ്പുള്ളത്. ഒരുമാതിരി അഫോർഡബിൾ, ഒരുമാതിരി എല്ലാ കാറ്റഗറിയും ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ പോലത്തെ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഇവിടുത്തെ റെഗുലർ കസ്റ്റമറാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ആകെ 25 സബ്സ്ക്രൈബേഴ്സ് വെച്ച് ആരാണ് എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ തരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അവിടുത്തെ കുറേ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത കേട്ടോ. എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലിനാണെങ്കിലും അവിടെ ഇതുണ്ട്. മെട്രോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെട്രോനെ കുറിച്ച് മെട്രോയിൽ നല്ല സെലക്ഷൻ ഉണ്ട്. അതായത് പാവപ്പെട്ടവർക്കും എടുക്കാൻ പറ്റിയത് വില കുറഞ്ഞ തുണിയുണ്ട്. പിന്നെ സ്വയമായിട്ട് തയ്ച്ച് പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും അതിന് പറ്റിയ രീതിയിലുള്ള തുണികളുണ്ട്. എല്ലാം കൊണ്ടും നല്ല. എത്ര വർഷമായി മെട്രോയുടെ കസ്റ്റമറാണ്? ഞാനൊരു 10-25 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇതിനകത്ത് കസ്റ്റമറായിട്ട് സ്ഥിരം തുണികൾ എടുക്കാനായിട്ട് വരുന്നത് മെട്രോയിലാണ് പതിവ്. ഇത് ഞാൻ അമ്മേനെ കൊണ്ട് പറയിപ്പിച്ചതൊന്നല്ല കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പം അമ്മ ജെനുവിനായിട്ട് പറഞ്ഞത്. പിന്നെ അവരുടെ 40 years ആനിവേഴ്സറിയുടെ ഒരു കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഈ ലാബിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഹായ് പറയേണ്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഹായ് കാണിക്കേ. ഹായ്. അമ്മയുടെ ഹായുടെ സൗണ്ട് ഇച്ചിരി കൂടിപ്പോയിട്ടോ. അപ്പോൾ സൈഡിൽ ലാബിലുള്ളവരൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ടൊക്കെ കിട്ടി. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കയറിയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 2:30 കഴിഞ്ഞായിരുന്നു. ഞാനൊരു ഷേക്കും ഒരു സമോസയും ചായ അങ്ങനെയൊക്കെ കുടിച്ചു. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിന് വേണ്ടി കുറച്ച് നൂലൊക്കെ എടുക്കാൻ പോയി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അമ്മ വീട്ടിലേക്കാട്ടോ പോയത്. കുറച്ച് നാളായി അവിടെ പോയിട്ട്. അവിടെ നല്ല രസമാട്ടോ. ഭയങ്കര പച്ചപ്പും ഹരിതാപിയും. അവിടെ വീട്ടിൽ ആൻറ്റി കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര രസമാണ്. കുറേ പാടവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും അമ്മ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമല്ലേ. അവിടുത്തെ റോഡൊക്കെ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. പിന്നെ തൊട്ട് നേരെ കനാലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെന്നപ്പം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പെയ്ത്ത് വെള്ളമായിരുന്നു കേട്ടോ. അതിൽ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 7:45 ഇരുട്ടായിട്ടോ. അപ്പോഴേക്കും വരുമ്പോൾ ഇച്ചിരി മഴയൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ചക്കയൊക്കെ നന്നാക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ സാമ്പാർ കൂട്ടി കഴിച്ചു.